നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഐഡിയ കുഴപ്പമില്ല. വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാ നല്ലതാ. പക്ഷെങ്കിലും ഒരെങ്കിലും ഇല്ല. കാര്യം നീ പ്ലാൻ ചെയ്യും. നിന്റെ വീട്ടിലും മതി. തഞ്ചത്തിലും മറ്റുള്ളവരെയെല്ലാം മാറ്റി നിർത്തിയിട്ട് അവനെ വിളിച്ച് അകത്ത് കയറ്റണം. എന്നിട്ട് പുറത്തു നിന്ന് വാതിലടച്ചിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടണം. രക്ഷപ്പെടാനാവാതെ അവൻ പെട്ടുപോകും. ആലോചിക്കാവുന്ന കാര്യമാണ് കോമളം. നാളെ ഒരു കല്യാണ റിസപ്ഷൻ ഉണ്ട്. പോകുന്നില്ല എന്ന് കരുതിയതാ. അമ്മയും കൂട്ടി അതിന് പോവാം. എന്നിട്ട് അമ്മ അവിടെ നിർത്തി വന്ന് കാര്യങ്ങൾ ശരിയാക്കാം. എന്നാ മടിക്കണ്ട. സംഗതി ഒത്തുവന്ന നാളെ വൈകിട്ട് തന്നെ 2 ഹാരവും വാങ്ങി രണ്ടിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയിച്ച് കല്യാണവും നടത്താം. ചെയ്യാം, അത് തന്നെ ചെയ്യാം. നാളത്തോടെ ദേവൂട്ടി അവനും തമ്മിലുള്ള ഒളിച്ചുകളി അവസാനിപ്പിച്ച് എന്റെ മോളെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കാം. വലിയ കോടീശ്വരനവൻ. അവനെ കല്യാണം കഴിച്ച് എന്റെ മോളെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. എന്റെ മോക്ക് വേണ്ടി ഇത് ഞാൻ ചെയ്യും കോമളം. ഇതെന്താ കയ്യില്? കണ്ടറിഞ്ഞൂടെ അമ്മേ, ഇതൊരു സമ്മാന പൊതിയാ. അമ്മ മറന്നുപോയോ? ഇന്നാള് കല്യാണം വിളിച്ചു സാറല്ല. എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ? സരളയുടെ മോടെ കല്യാണല്ലേ? ആ അതന്നെ. അത് കഴിഞ്ഞതല്ലേ? ഇല്ലമ്മേ, നാളെയാ കല്യാണം. അവർക്ക് കൊടുക്കാനായി ഗിഫ്റ്റ്. അതിന് നീ ആ കല്യാണത്തിന് പോണില്ലെന്നല്ലേ പറഞ്ഞേ? ആ പോന്നില്ലെന്ന് വിചാരിച്ചതാ. പക്ഷെ പോയില്ലെങ്കിൽ ശരിയാവൂലമ്മേ. നമ്മളെ കുട്ടികൾക്കും കല്യാണമൊക്കെ ആയി വരുമല്ലേ. അവരുടെ കല്യാണത്തിന് നമ്മൾ പോയില്ലെങ്കിൽ അവരാരും നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് വരൂല. അതുകൊണ്ടൊന്ന് പോയേക്കാന്ന് വിചാരിച്ചു. അതൊക്കെ നല്ല കാര്യല്ലേ. ആൾക്കാരൊക്കെ ആയിട്ട് സഹകരണവും സംസർഗവും ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാ. ആ അമ്മേ, പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നട്ടോ. അമ്മയും കൂടെ വരണം. ഞാൻ എന്തിനാ വരണേ? നിന്റെ കൂട്ടുകാരി അവളുടെ മോടെ കല്യാണം. അതിനൊക്കെ ഞാൻ എന്തിനാ വരണേ? അമ്മ കൂടെ വരണം അമ്മേ. എനിക്ക് ഒറ്റയ്ക്ക് പോവാനൊരു മടി. അതുകൊണ്ടാ പോന്നില്ലെന്ന് ആദ്യം വിചാരിച്ചേ. എന്തായാലും അമ്മ കൂടെ വന്നേ പറ്റൂ. അല്ല, എനിക്ക് വരാൻ പ്രയാസമൊന്നുമില്ല. ഞാൻ വരാം, പോരെ? അപ്പൊ നമ്മൾ ഒരുമിച്ച് പോവും. ശരി, ആയിക്കോട്ടെ. ഇന്നെന്താ വിശേഷം? വിശേഷമൊന്നുമില്ല, ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. നിങ്ങൾ അടിച്ചു പിരിഞ്ഞ് രണ്ടും 2 വഴിക്ക് പോയിട്ട് വീണ്ടും ഒത്തുചേർന്ന സന്ദർഭമല്ലേ. അതങ്ങ് ആഘോഷിച്ചേക്കാന്ന് ഞാനും അച്ഛനും കൂടി തീരുമാനിച്ചു. ഇത്രയും നാളുകൊണ്ട് നീ ഞങ്ങളുടെ ഒരു കുടുംബാംഗം പോലെയായി. നിനക്കിഷ്ടപ്പെട്ട കുട്ടിയെന്ന നിലയിൽ സൗവർണികയും ഇപ്പൊ ഞങ്ങളുടെ കുട്ടിയായി. നിങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ സന്തോഷം നമ്മുടെ സന്തോഷം. ആ സെറ്റ്. ആ രണ്ടുപേരും കൂടി നീ കേൾക്കാൻ മുറിച്ചു. ഞാനാ ക്യാമറ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഓ, ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതിന്റെ ഒരു റീൽ എടുത്തില്ലെങ്കിൽ നഷ്ടമല്ലേ സാറേ? ആ ശരി ശരി ശരി. ഇതങ്ങോട്ട് പിടിച്ചാട്ടെ.
ആ കഴിക്കേ. തിരിച്ചു കൊടുക്ക്. എനിക്കത് മതി. അതെ, ഇനി സെൽഫി എടുക്കാം. ഓക്കെ. സ്മൈൽ. ആ ഇതാര് സന്ദീപോ? അതെ ആന്റി. എന്താ പതിവില്ലാതെ? ഏയ് ഒന്നുമില്ല. സൗവർണിക ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോ ഒരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതി കൂടെ പോന്നതാ. നല്ല കരുതലാണല്ലോ. ഹേയ് അങ്ങനെയൊന്നുമില്ല ആന്റി. ഞാൻ വെറുതെ പറഞ്ഞതാ. കരുതലൊക്കെ നല്ലതാ. സ്നേഹം ഉള്ളിടത്ത് കരുതലുണ്ടാവണല്ലോ. ശരി സൗവർണിക, ഞാൻ പോയിക്കോട്ടെ. ശരി ആന്റി. ഓ അവന്റെ കൂടെയുള്ള നിന്റെ ഈ ചുറ്റിക്കളി ഇന്നത്തോടെ അവസാനിക്കും. നാളെ നീ കാണാനിരിക്കുന്നത് ഇന്ദുമതിയുടെ പുതിയ കളിയാ. അവൻ എന്റെ മോൾക്കുള്ളതാണെന്ന് നാളെ ഞാൻ ഉറപ്പിക്കും. ശതാക്ഷരിയുടെ മനസ്സിൽ എന്തോ ചില വലിയ ചോദ്യങ്ങൾ തിങ്ങിക്കനത്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നു. അതെ ദേവി, തീർച്ചയായും ചോദ്യങ്ങളുണ്ട്. അതിന്റെ ഉത്തരങ്ങളുണ്ടെങ്കിലും ദേവിയിൽ നിന്ന് അത് കേൾക്കാനുള്ള ആശയമുണ്ട്. പറയൂ. ഭക്തന്റെ ഉള്ളിൽ ഭക്തിയിലൂടെ നിറയുന്ന ദേവീ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ അവന് ചുറ്റും ഒരു കരുതൽ പോലെ ഈ ദേവീ സാന്നിധ്യം നിലനിൽക്കേണ്ടതല്ലേ? അത് നിലനിൽക്കുന്നുണ്ടല്ലോ. ആ സാന്നിധ്യമാണ് പലപ്പോഴും അവനെ വലിയ വലിയ പതനങ്ങളിൽ നിന്നും ഉയർത്തി നിർത്തുന്നത്. വലുതായി ഭവിക്കേണ്ട വീഴ്ചകളെ ചെറുതാക്കി സംരക്ഷിക്കുന്നത്. കണ്ണിന് കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടോന്ന് പറയാറില്ലേ? അത് തന്നെയാണ് ഈ കരുതൽ. പക്ഷേ ഭക്തിയുടെ ഏത് അളവുകൾ വെച്ച് അളന്നാലും ഉത്തമ ഭക്തയുടെ മണ്ഡലത്തിലാണ് ദേവൂട്ടിയുടെ സ്ഥാനം. നിഷ്കാമ ഭക്തി, നിർമ്മല ഭക്തി, അതാണ് ആ പെൺകുട്ടിയുടെ ഭക്തി.